അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് മെഹന്തി ഇടുക എന്നുള്ളത്. മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വുളു ശരിയാകുമോ, കുളി ശരിയാകുമോ, നിസ്കാരം ശരിയാകുമോ എന്നിങ്ങനെ പല സംശയങ്ങൾ പല ആൾക്കാർക്കും ഈ പറയുന്ന എനക്കും ഉണ്ടായിരുന്നു ആ സംശയം. അപ്പോൾ അതിനെ പറ്റി പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെഹന്തി ആദ്യമൊക്കെ ഇടലെന്ന് വെച്ചാൽ ചപ്പ് പറിച്ച് അരച്ചിട്ടിടും. അല്ലെങ്കിൽ നമ്മൾ മെഹന്തീൻ്റെ ആ ചപ്പിൻ്റെ മുകളിൽ ഒരു തൈലില്ലേ, ഒരു തൈലം കോടാലി തൈലമാ അതാക്കിയിട്ട് അങ്ങനെ ഇടലുണ്ട്. അങ്ങനെ ഇട്ടാൽ കൈ ചുവന്ന് വരും. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഈ അരച്ചിട്ടിടുന്നതിനൊന്നും അതെന്ന് വെച്ചാൽ നമ്മൾ തൊലിയായിട്ട് ഇങ്ങനെ പറ്റി പിടിക്കുന്ന ഒരു സംഭവമാണ് ആ മൈലാഞ്ചി. അരച്ചിട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ സ്കിന്നുമായിട്ട് ടച്ച് ചെയ്യും. അത് പോയിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തൊലി അടക്കം കളയേണ്ടി വരും. ആ ഒരു രീതിയിലാണ് അരച്ചിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ഇടുന്നത് ട്യൂബിലാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്താൽ, ഈ ട്യൂബ് യൂസ് ചെയ്താൽ നിസ്കാരം ശരിയാകുമോ എന്നുള്ള സംശയം, കുളി ശരിയാകുമോ, വുളു ശരിയാകുമോ എന്നാണ് എല്ലാവർക്കും ഉള്ള സംശയങ്ങൾ. അപ്പോൾ മൈലാഞ്ചി ഇടുന്നത് ഭർത്താവുള്ളവർക്കാണെങ്കിൽ ഇടൽ സുന്നത്താണ്. അല്ലാത്ത പെൺകുട്ടികൾക്ക്, അഥവാ ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കല്യാണം കഴിയാത്തവർക്കാണെങ്കിൽ കറാഹത്തുമാണ്. അപ്പം പുരുഷന്മാർക്കാണെങ്കിൽ ഇടൽ ഹറാമുമാണ്. പക്ഷെ എന്തെങ്കിലും രോഗം കാരണം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടോ ഇടുന്നതിന് കുഴപ്പമില്ല. അതുപോലെ ഹിദ്ദയിലിരിക്കുന്ന സ്ത്രീകൾ മെഹന്തി ഇടൽ ഹറാമാണ്. പിന്നെ ട്യൂബ് മെഹന്തി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചുരണ്ടി കളയാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചുരണ്ടി വരുന്നതാണെങ്കിൽ, ഇങ്ങനെ ചുരണ്ടുമ്പോൾ വരുന്നതാണെങ്കിൽ അതിട്ട് കഴിഞ്ഞാൽ നമ്മൾ നിസ്കാരം ശരിയാവില്ല. നിസ്കാരമൊന്നുമല്ല, വുളു തന്നെ ശരിയാവില്ല. അപ്പോൾ വുളു ശരിയായിട്ടില്ലേ പിന്നെ ഒന്നും ശരിയാവില്ല. അതുപോലെ വെള്ളം നമ്മളെ ശരീരത്തിൽ ചേരൂല അങ്ങനെയുള്ളതാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ സ്കിന്നിന് ഈ ശരീരത്തിൽ തൊലിയായിട്ട് ഇങ്ങനെ എന്താ പറയണ്ടേ, സ്കിന്നുമായിട്ട് ടച്ച് ആകുന്ന മൈലാഞ്ചി, നമ്മൾ അരച്ച മൈലാഞ്ചി അത് തന്നെയാണ്. അപ്പോൾ അത് ഈ കോണിൽ തന്നെ മൈലാഞ്ചി കോണാക്കി വരുന്നതിൽ തന്നെ സാധാരണ മെഹന്തി പോലത്തെ ഇങ്ങനെ സ്കിന്നുമായിട്ട് ടച്ച് ചെയ്യുന്ന അങ്ങനത്തെ മൈലാഞ്ചി ഇടുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. അത് ഏതാണെങ്കിലും, ട്യൂബാണെങ്കിലും ഇടാം, അല്ലെങ്കിൽ ശർക്കര ആയാലും ഇടാം. പക്ഷേ ചുരണ്ടിയ വരുന്നതാണെങ്കിൽ വെള്ളത്തെ ചേരുന്നതിനെ തടയും. അപ്പോൾ അഥവാ വുളുവും ശരിയാവില്ല, നിസ്കാരം ശരിയാവില്ല, കുളി ശരിയാവില്ല, ഇതൊന്നും ശരിയാവില്ല. അപ്പോൾ അത് യൂസ് ചെയ്താൽ തെറ്റല്ല, പക്ഷെ ഇതൊന്നും ശരിയാവില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത നിസ്കാരം ആകുമ്പോഴേക്കും അത് നമ്മൾ കളയണം. അതെന്തായാലും കളയാൻ കഴിയൂല. അപ്പോൾ അങ്ങനെ ആയിരിക്കെ എന്തിനാ വെറുതെ അല്ലേ നമ്മൾ നിസ്കാരവും വുളുവും കുളിയും ഒന്നും ശരിയാവാണ്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.